ഓം അമൃതേശ്വരി നമഃ. കുംഭകർണൻ്റെ നീതിവാക്യം, കുംഭകർണവധം. ഉണ്ണി, കുംഭകർണന് 6 മാസം ഊണും 6 മാസം ഉറക്കമൊന്ന് കിട്ടിയ കഥ ഉണ്ണി കേട്ടിട്ടില്ലേ? ഓ മുത്തശ്ശി, സഹോദരന്മാരായ രാവണനും കുംഭകർണനും വിഭീഷണനും കൂടി തപസ് ചെയ്തില്ലേ അമരത്വം കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ അമരത്വം വരായിട്ട് തരാൻ പറ്റില്ല എന്ന് ബ്രഹ്മദേവൻ പറഞ്ഞപ്പോൾ ഒരു മനുഷ്യൻ മാത്രമേ തന്നെ കൊല്ലാൻ പാടൂ എന്ന വര സ്വന്താക്കി രാവണൻ. കുംഭകർണൻ നിർദേവത്വം ചോദിക്കാൻ തുടങ്ങുമ്പോഴേക്കും നാവിൽ കയറിയിരുന്ന സരസ്വതി ദേവി നിദ്രാവത്വം നാക്കി മാറ്റി. എന്നാൽ വിഭീഷണനോ ഭഗവാനോടുള്ള അചഞ്ചല പ്രേമ ചോദിച്ചത്. സത്വരജതമോ ഗുണങ്ങൾക്ക് ഉദാഹരണമായിട്ട് ഈ 3 പേരുടെയും സ്വഭാവ രീതികൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. കുംഭകർണൻ 6 മാസം ഊണും 6 മാസം ഉറക്കം എന്നുള്ളതല്ല, ശരിക്ക് മുഴുവൻ സമയം ഉറക്കം തന്നെയാണ്. എഴുന്നേൽക്കുമ്പോൾ 6 മാസത്തെ ഒന്നിച്ചങ്ങോട്ട് ഭക്ഷിക്കുന്നു മാത്രം. കുംഭകർണനെ ഉണർത്താൻ പുറപ്പെടുകയല്ലേ ഭടന്മാർ. അത്ര പെട്ടെന്നൊന്നും ഉണരുന്ന പ്രശ്നമില്ല, മല പോലെയല്ലേ കിടക്കുന്നത്. കേട്ടോളൂ ഉണ്ണി, ചതുരംഗസേന ചിന്തിച്ച് നോക്കണം. ചതുരംഗസേന പറഞ്ഞാൽ എത്ര ഉണ്ടെന്ന്. മുഴുവനും കുംഭകർണനെ നെഞ്ചത്തുകൂടി അങ്ങോട്ടും ഇങ്ങോട്ട് ഓടി, ഒരു രക്ഷയില്ല. കാതിൽ കുടം കണക്കെ വെള്ളം ഒഴിച്ച് നോക്കി, എന്നിട്ട് ഉണർന്നു, ഒരു കുലുക്കം ഉണ്ടായില്ല. കൂർക്കമ്പലി കൂടിയെന്ന് മാത്രം. ആനകളെ കൊണ്ടുവന്നു മൂക്കിനകത്തെ രോമങ്ങളൊക്കെ പറിച്ചെടുക്കാൻ, പക്ഷേ ആനക്കൊമ്പ് ഒടിഞ്ഞു, അത്രയേ ഉള്ളൂ. പിന്നെ അവരെന്താ ചെയ്തതെന്നറിയോ? കൊട്ടും വാദ്യമേളമൊക്കെ തുടങ്ങി, എവിടെ ചെവിക്കടുത്ത് വെച്ചിട്ട്. എന്താ ഉണ്ണി ചിരിച്ചു മറിയാണല്ലേ കുംഭകർണനെ ഉണർത്തുന്നുണ്ടപ്പോൾ. നല്ല രസമായി തോന്നുന്നുണ്ട് അല്ലേ? ഇത്രയൊക്കെ ആയപ്പോൾ പതുക്കെ ഉണരാൻ തുടങ്ങിയ കുംഭകർണൻ. എഴുന്നേറ്റിരുന്നപ്പോൾ തന്നെ രാക്ഷസന്മാരൊക്കെ പേടിച്ച് ഓടി ഒളിച്ചു. എന്തിനാ പേടിക്കണ? അവരുടെ വർഗത്തിലുള്ളവർ തന്നെയല്ലേ. അതല്ല, കണ്ണ് തുറന്നാലുടൻ ഭക്ഷണം മുന്നിൽ കാണണം, അല്ലെങ്കിൽ പിടിച്ചു വിഴുങ്ങും. അപ്പോൾ പേടിയുണ്ടാവില്ലേ സ്വന്തം ജീവനെ? നമ്മൾ കഴിക്കണ ഭക്ഷണം പോലെയൊന്നും അല്ലല്ലോ, അതാണെന്ന് വിചാരിച്ചു ഉണ്ണി. അല്ല, കുടിക്കാൻ കുടം കണക്കിന് രക്തം, മദ്യം, മാംസം, കണക്കിന് ചോറും കറികളും മറ്റ് ഭക്ഷണ സാധനങ്ങളും, നിരത്തി വെച്ച ഭക്ഷണ സാധനങ്ങളൊക്കെ ആർത്തിയോടെ കഴിച്ച ശേഷം ചോദിച്ചു, എന്നെ എന്തിനാ ഉണർത്തിയത്? അപ്പോൾ രാക്ഷസന്മാർ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുത്തു. കുംഭകർണന്റെ നിലപാടെന്താ മുത്തശ്ശി? ഇപ്പോൾ ജ്യേഷ്ഠനെ കണ്ട് അനുവാദം വാങ്ങിയ ശേഷം യുദ്ധത്തിന് പുറപ്പെടാം. അപ്പോൾ ഏതായാലും വിശദമായിട്ട് വിവരങ്ങളൊക്കെ കേട്ടുമല്ലോ. അതും പറഞ്ഞ് കുംഭകർണൻ നേരെ രാവണ സന്നിധിയിലേക്ക് നടന്നു. രാവണനോ അനുജനെ കണ്ടപ്പോൾ വളരെ സന്തോഷമായി. കാരണം എന്താ, ഇനി പ്രതീക്ഷ മുഴുവൻ ഈ സഹോദരനില്ല. കുംഭകർണനെ രാവണൻ മുറുക്ക കെട്ടിപ്പുണർന്നു. കേട്ടോ, ഇതുവരെ നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു കേൾപ്പിച്ചു. രാവണൻ പറയുകയാണ്, രാമൻ കുറേ കുരങ്ങന്മാരെയും കൊണ്ട് യുദ്ധത്തിന് വന്നിട്ടുണ്ട്. പക്ഷേ അവർ നിസ്സാരന്മാരല്ല കേട്ടോ. പ്രഹസ്തനിപ്പോലുള്ള പല പല രാക്ഷസ പ്രമാണികളെ അവർ വധിച്ചു. ഞാനും യുദ്ധം ചെയ്തു, എന്നെ പക്ഷേ രാമൻ കൊന്നില്ല എന്നേ ഉള്ളൂ. ഇനി നീ മാത്രമാണ് എൻ്റെ രക്ഷ. രാമലക്ഷ്മണന്മാരെയും വാനരന്മാരെയും കൊന്ന് നീ എന്നെ രക്ഷിക്കണം. രാവണൻ്റെ ഈ അപേക്ഷ കേട്ടപ്പോൾ കുംഭകർണൻ അത്ഭുതപ്പെടുക ചെയ്തത്. കുംഭകർണൻ ശരിക്കും എപ്പോഴും ഉറങ്ങണമെന്നേ ഉള്ളൂ. രാമൻ്റെ പ്രാഭവം കുറേയൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഉണ്ണി, കുംഭകർണൻ രാവണനോട് പറയണ നീതിവാക്യങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോളൂ. ജ്യേഷ്ഠന് തെറ്റും ശരിയും തിരിച്ചറിയാൻ കഴിവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്കിലും അറിവുള്ളവർ പറയണത് കേൾക്കെങ്കിലും ചെയ്തുകൂടെ? സീതയെ രാമന് തിരിച്ചേൽപ്പിക്കണമെന്ന് അന്നും ഞാൻ പറഞ്ഞതാ, പക്ഷേ കേട്ടില്ല. വിഭീഷണനും അതന്നെ പറഞ്ഞു ജ്യേഷ്ഠനോട്. അപ്പം അവനോട് ദേഷ്യപ്പെട്ടിട്ട് അവനെ ആട്ടിപ്പുറത്താക്കി. ആപത്തടുക്കുമ്പോൾ ചിലർക്ക് സദ്ബുദ്ധി ഉദിക്കില്ല, പറഞ്ഞു കൊടുത്താലോട്ട് തലേ കയറുമില്ല. ജ്യേഷ്ഠന് സീതയിൽ ആഗ്രഹം ജനിച്ചിരിക്കണു, അത് നമ്മുടെ വംശനാശത്തിനാണ്. ശ്രീരാമനും സീതയും ഈശ്വര അവതാരങ്ങളാണ്, അവരെ നിഗ്രഹിക്കാൻ പറ്റുമെന്ന് കരുതണ്ട. അതുകൊണ്ട് ഞാൻ പറയുകയാണെങ്കിൽ രാമനെ ശരണം പ്രാപിച്ച് സുഖിച്ച് കഴിയുന്നതാണ് നല്ലത്. ഇതൊക്കെ കേട്ടാ രാവണന് ദോഷമില്ലാതെ പിന്നെ എന്താ വരാൻ പോണ മുത്തശ്ശി? പിന്നെന്താ, രാവണൻ കോപത്തോടെ അനിയനോട് പറഞ്ഞു, അനുജ, നിന്നെ ഞാൻ ഇത്രയും പ്രയാസപ്പെട്ട് ഉണർത്തിയത് നിന്റെ ജ്ഞാനോപദേശമോ വേദാന്തമൊന്നും കേൾക്കാനല്ല, രാമനോട് യുദ്ധം ചെയ്യാനാണ്. കഴിയുമെങ്കിൽ പോയിട്ട് ശത്രുക്കളെ വധിക്കുക, അല്ലെങ്കിൽ പോയി കിടന്നുറങ്ങിക്കോളൂ.
രാവണൻ കുംഭകർണനോട് നല്ല മയത്തിലാണല്ലോ പറയണത്. വിഭീഷണന് നേരെ ചന്ദ്രഹാസം ഉയർത്തിയിട്ട് ആട്ടി പുറത്താക്കുകയല്ലേ ചെയ്തത്. അതെന്തറിയോ, വിഭീഷണോട് രാവണൻ ദേഷ്യപ്പെട്ട് പറയണ സമയത്തുണ്ടല്ലോ, രാവണൻ അഹങ്കാരത്തിൻ്റെ കൊടുമുടിയിലായിരുന്നു. ഇപ്പോഴോ പത്തി ചതഞ്ഞ പാമ്പിനെ പോലെ ആയിട്ടുണ്ട് ഇപ്പോൾ. പിന്നെ കുംഭകർണനിൽ കുറച്ച് പ്രതീക്ഷയുണ്ട്. അതായത് രാവണൻ പറഞ്ഞാൽ കുംഭകർണൻ കേൾക്കും, അങ്ങനെ പോയാൽ യുദ്ധം ചെയ്താൽ രാമനെ തോൽപ്പിക്കാം എന്നുള്ളൊരു വ്യാമോഹം രാവണനിലുണ്ട്. ഇപ്പോൾ രാവണൻ്റെ അഭിപ്രായം കേട്ട കുംഭകർണൻ എന്താ ചെയ്ത്, തൻ്റെ ഭാരം ഉള്ള നല്ല കനുള്ള ശൂലം എടുത്തിട്ട് യുദ്ധക്കളത്തിലേക്ക് നടന്നു. അവൻ ഓർക്കുകയാണ്, ദുഷ്ടനായ ജ്യേഷ്ഠൻ്റെ കീഴിൽ ജീവിക്കണേലും ഭേദം ശ്രീരാമചന്ദ്രൻ്റെ കൈകൊണ്ട് മരിച്ച് മോക്ഷം പ്രാപിക്കണതല്ലേ നല്ലത്. കുംഭകർണൻ വരുന്നത് കണ്ടപ്പോഴേ ഒരു മഹാപർവ്വതം നടന്നു വരികയാണെന്നാണ് തോന്നുന്നതേ. വാനരന്മാർ ഭയന്ന് ഓടാൻ തുടങ്ങി. ആകാശത്തോളം ഉയരമുള്ള കുംഭകർണൻ വരുന്നത് ശ്രീരാമനും കണ്ടു. അപ്പോൾ വിഭീഷണോട് ശ്രീരാമൻ ചോദിച്ചു, വിഭീഷണ, ആ നടന്നു വരുന്ന ബൃഹദാകാരനായുള്ള രാക്ഷസൻ ആരാ? വിഭീഷണൻ പറഞ്ഞു, ആ വരുന്നത് രാവണൻ്റെ അനുജനും എൻ്റെ ജ്യേഷ്ഠനുമായിട്ടുള്ള കുംഭകർണനാണ്. അയാളെ എതിർത്ത് നിൽക്കുന്നത് അസാധ്യം തന്നെയാണ്. ഇതും പറഞ്ഞ് വിഭീഷണോട് ഓടി. എവിടേക്കാ വിഭീഷണൻ ഓടിയത്? കുംഭകർണൻ്റെ അടുത്തേക്ക്. ജ്യേഷ്ഠനല്ലേ. കുംഭകർണനോട് വിഭീഷണൻ പറയാണ്, ജ്യേഷ്ഠ, അനുജനായി ഞാൻ അങ്ങേ നമസ്കരിക്കണു. സീതാദേവിയെ ശ്രീരാമചന്ദ്രന് തിരിച്ചു കൊടുക്കാൻ ഞാൻ വലിയ ജ്യേഷ്ഠനോട് ഒരുപാട് നിർബന്ധിച്ചതാ. അദ്ദേഹം വഴങ്ങിയില്ല എന്ന് മാത്രമല്ല, എന്നെ കൊല്ലാനെടുക്കുകയും ചെയ്തു. അതുകൊണ്ട് ഞാൻ വന്ന് ശ്രീരാമചന്ദ്രനെ അഭയം പ്രാപിച്ചിരിക്കുകയാണ്. ഭീകരനായ രാക്ഷസനാണ് കുംഭകർണൻ അല്ലേ മുത്തശ്ശി? എന്നിട്ടും രാവണനെ പോലെ അധർമ്മിയല്ല. തെറ്റും ശരിയും വേർതിരിച്ചറിയാനുള്ള വിവേകം കുംഭകർണനുണ്ട്. അതുകൊണ്ടാണല്ലോ കുംഭകർണൻ ഇത്രയും നീതി വാക്യങ്ങൾ ഉപദേശിച്ചത്. സാക്ഷാൽ ശ്രീരാമദേവനെ മനസ്സിലാക്കിയവനായിരുന്നു അദ്ദേഹം. പക്ഷേ പറഞ്ഞിട്ടെന്താ, ഈശ്വര ചൈതന്യം തിരിച്ചറിയാനുള്ള കഴിവുണ്ടെങ്കിലും ചിലർ ലൗകിക ബന്ധങ്ങൾക്ക് അടിമപ്പെടും. അതിനുദാഹരണമാണ് കുംഭകർണൻ. ഇപ്പോൾ വിഭീഷണൻ ശരിക്കും ശ്രീരാമപാദത്തിൽ അഭയം പ്രാപിച്ചു. പക്ഷേ കുംഭകർണൻ അത് ചെയ്തിട്ടില്ല. കുംഭകർണൻ വിവരമുണ്ട്, ഉള്ളിൽ വിവരമൊക്കെ ഉണ്ട്. അജ്ഞാനികളോട് കൂട്ടിച്ചേർന്ന് പ്രവർത്തിച്ച് പരാജയപ്പെടുകയും ചെയ്യും. കുംഭകർണൻ വാത്സല്യത്തോടെ വിഭീഷണനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, അനുജ, നീ ഭാഗ്യവാനാണ്. രാമപാദങ്ങളെ സേവിച്ചുകൊണ്ട് നമ്മുടെ വംശത്തെ രക്ഷിക്കുക. ജ്യേഷ്ഠനോടുള്ള സ്നേഹവും ധർമ്മവും കണക്കാക്കി ഞാൻ യുദ്ധം ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. വിഭീഷണൻ കുംഭകർണനെ നമസ്കരിച്ചു. ശ്രീരാമൻ്റെ അടുക്കലേക്ക് വന്നു. കുംഭകർണൻ ക്രോധത്തോടെ യുദ്ധത്തിനൊരുങ്ങി. കുരങ്ങന്മാരെയൊക്കെ കൈകാലുകൊണ്ട് സംഹരിച്ചു. അപ്പോഴേക്കും കുരങ്ങന്മാരുടെ പണി കഴിയും. പ്രാണഭയം കൊണ്ട് വാനരന്മാർ 4 വഴിക്ക് ഓടുകയാണ്. അരക്ഷണം കൊണ്ട് അനവധി വാനരന്മാരെ കുംഭകർണൻ കൊന്നു കളഞ്ഞു. സുഗ്രീവനൊരു മല ഇളക്കി എടുത്തിട്ട് കുംഭകർണൻ്റെ നേർക്ക് എറിഞ്ഞു. അയാളോ മാറുകൊണ്ട് അത് തടുത്ത് തള്ളി. പിന്നെ ശൂലം ഊങ്ങി സുഗ്രീവൻ്റെ നെഞ്ചിലൊരൊറ്റ കുത്ത്. സുഗ്രീവൻ ബോധം കെട്ട് വീണു. ഉടനെ കുംഭകർണൻ സുഗ്രീവനെയും കൊണ്ട് യുദ്ധം ജയിച്ച മട്ടിൽ ലങ്കയിലേക്ക് ചെന്നു. രാക്ഷസ സ്ത്രീകളൊക്കെ സന്തുഷ്ടരായിട്ടുണ്ടാവുമല്ലേ? അവർ കുംഭകർണനെ അനുമോദിക്കാൻ വേണ്ടിയിട്ട് ചന്ദനവും പനിനീരും മുഖ്യ പൂമാലകളും മാളിക മുകളിൽ നിന്ന് ഇങ്ങനെ തൂകുകയാണ്. തണുപ്പുള്ള ചന്ദനവും പനിനീരും ഒക്കെ ശരീരത്തിൽ വീണപ്പോഴോ സുഗ്രീവൻ്റെ ബോധം തെളിഞ്ഞു. ഉടനെ എന്താ ചെയ്തറിയോ, കുംഭകർണൻ്റെ കാതും മൂക്കും ഇങ്ങോട്ട് പറിച്ചെടുത്തു. അതുകൊണ്ട് ആകാശത്തേക്ക് ഒരൊറ്റ കുതിപ്പ്. നാണക്കടായില്ലേ കുംഭകർണന്. ദേഷ്യം വരുന്നുണ്ട്. കുംഭകർണൻ ചോര ഒലിപ്പിച്ചുകൊണ്ട് വീണ്ടും യുദ്ധഭൂമിയിലേക്ക് വന്നു. അപ്പോഴോ ലക്ഷ്മണൻ അനവധി അമ്പുകൾ എയ്തു. കുംഭകർണൻ വാനരന്മാരെ അവസാനം പിടിച്ചു വിഴുങ്ങാൻ തുടങ്ങി. പിന്നെയാണ് ശ്രീരാമചന്ദ്രൻ്റെ നേർക്ക് തിരിഞ്ഞത്. ശൂലം ധരിച്ച വലത്തെ കൈ ആദ്യം ഭഗവാൻ ഛേദിച്ചു. ആരുടെ? കുംഭകർണൻ്റെ. പിന്നെ ഇടത്തെ കൈ ഛേദിച്ചു. പിന്നെ കാലുകൾ. അവസാനം ഇന്ദ്രാസ്ത്രം തൊടുത്തു വിട്ടു. കഴുത്തും ഛേദിച്ചു. ഉടല് കടലിലാ ചെന്ന് വീണത്. തലയോ ലങ്കയിലെ ഗോപുരവാതിൽക്കലും. അങ്ങനെ കുംഭകർണ വധവും കഴിഞ്ഞു അല്ലേ മുത്തശ്ശി? ഇത് കണ്ടപ്പോഴോ സകല ദേവന്മാരും പുഷ്പവൃഷ്ടി ചൊരിഞ്ഞുകൊണ്ട് ഭഗവാനെ വാഴ്ത്താൻ തുടങ്ങി. നാരദ മഹർഷിയും യുദ്ധഭൂമിയിലെത്തി ശ്രീരാമനെ ഭക്തിപൂർവ്വം വാഴ്ത്തി സ്തുതിക്കുകയാണ്. ഇന്ദ്രജിത്തിനെ ലക്ഷ്മണൻ വധിക്കും, രാവണനെ ഭഗവാനും വധിക്കും എന്ന് പ്രവചിച്ച് മഹർഷി ആകാശത്തിലേക്ക് മറഞ്ഞു. പ്രധാനപ്പെട്ടവരെയൊക്കെ വധിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഭഗവാൻ. ഇനി അധികായനെ വധിക്കലാണ്.
അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം പോരെ? ശരി മുത്തശ്ശി.